RD ഓഫീസിൽ പോകുന്നു. വേഗം പോകും. എന്താ കംപ്ലൈന്റ് വല്ലതും ഉണ്ട്? അവിടെ പെട്ടി വെച്ചിട്ടുണ്ട്, അതിലിട്ടാ മതി. RDO? RDO മാറിപ്പോയി, പുതിയ ആള് വന്നിട്ടില്ല. എപ്പോ വരും? ഇന്ന് വരേണ്ടതാണ്. ഓഫീസർമാരുടെ കാര്യമല്ലേ, എപ്പോ വരുമെന്നും പറയാൻ പറ്റത്തില്ല. ആദ്യമേ കാണാൻ അവിടെ ഇരുന്നാ മതി, വരുന്ന വഴി തന്നെ കാണാം. നിങ്ങളോട് മലയാളത്തിലല്ലേ പറഞ്ഞു? എന്നോ തന്നോടാണ് പറഞ്ഞത് എന്നേക്കാൻ. എന്താണോ ഇത്? സർക്കാർ ഓഫീസോ തൊഴുത്തോ അതോ ഉത്സവ പറമ്പോ? നിങ്ങളോടൊക്കെ തന്നെയാണ് ചോദിച്ചത്. സർക്കാർ ഓഫീസായാലും എന്തോ ആണെന്നാണോ നിങ്ങളുടെ വിചാരം? നോൺസെൻസ്. ഗുഡ് മോർണിംഗ് സാർ. വിളിച്ചത്? നിങ്ങൾ ആരാ? ഞാനിവിടുത്തെ സ്റ്റാഫാ, പ്യൂൺ. തനിക്ക് യൂണിഫോം ഇല്ലേ? ഉവ്വ്, ഇടാറില്ല. എന്നാൽ ഇനി ഇടണം. ഉവ്വ്. ഈ ക്ലോക്ക് ഒന്നും കൊണ്ടുപോയി നന്നാക്കി വെക്കും. സാർ, നിനക്ക് എന്താണോ ഈ കാണുന്ന നോക്ക്? ഫയൽസ്. തന്റെ പേരെന്താ? പിള്ള. ഗോവിന്ദ പിള്ള. വയ്ക്കോ. ഗോവിന്ദപിള്ളേ. സാർ, ആ സൂപ്രണ്ട് ഒന്ന് വരാൻ പറയും. മറ്റു സ്റ്റാഫുകളോടും വരാൻ പറയും. എന്താ നിങ്ങളുടെ പേര്? ദേവശ്യ എന്ന് പറയും. പിന്നെ ഇന്നലെ വരെ ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. ഇത് ഓഫീസാണ്. കൃത്യസമയത്ത് ജോലിക്ക് വരണം, കൃത്യമായി ജോലി ചെയ്യണം. മനസ്സിലായോ? നിങ്ങൾക്ക് പോവാം. മിസ്റ്റർ ദേവസ്യ അവിടെ നിൽക്കൂ. ഇവിടെ എത്ര സ്റ്റാഫുണ്ട്? 10 പേര് കാണും. നിങ്ങൾക്ക് കൃത്യമായി അറിയില്ല. ഇന്ന് എത്ര പേര് വന്നിട്ടുണ്ട്? നോക്കണം. നിങ്ങൾ പോയി അറ്റൻഡൻസ് രജിസ്റ്ററിംഗ് എടുത്തോണ്ട് വരൂ. ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുള്ളതുകൊണ്ടാണ് ഇത്ര അഹങ്കാരം. അയാളോടെ പോയി. സാറ് മുറുക്കി തുപ്പി കൊപ്പിളിച്ച് താമ്പക്കോ. നല്ല കണക്കായി പോയി. ഇന്നെങ്കിലും നിനക്ക് നേരത്തെ വന്നൂടായിരുന്നോ? പുതിയ RD വന്നിട്ടുണ്ട്. ചെല്ല്. ഒരു ബസ് നിർത്തിയില്ല, ഓട്ടോയിലാ വന്നത്. എന്താ? അറ്റൻഡൻസ് ബുക്ക് അകത്തുണ്ട്, അങ്ങോട്ട് ചെല്ല്. ഇന്ന് വന്നേക്കാം. ഒന്നും പറയാറായിട്ടില്ല. ഓക്കെ, വൈകിട്ടാണ്. എന്താ അറ്റൻഡൻസ്? എന്തിനാ? ഞാനിവിടുത്തെ സ്റ്റെനോ ആണ്.
ഓഹോ, അതുകൊണ്ട് 11 മണിക്ക് വന്നാൽ മതി എന്നായിരിക്കും. കൃത്യസമയത്ത് ഓഫീസിൽ വരാൻ പറ്റില്ലെങ്കിൽ വീട്ടിലിരുന്നാൽ മതി. ആർദി എന്ത് പറഞ്ഞു? ദേഷ്യപ്പെട്ടോ? ഓന്റെ പിള്ളേ ഇതാ കൊടുത്തത്. What is this? This is wrong. കൊണ്ടേ കൊണ്ടു. ആർഡിഒ സാറിനെ രാധിക സാർ അല്ല, രാധിക സാറിനെ ആർഡിഒ സാർ വിളിക്കുന്നു. ഛെ. സാർ, എന്തൊക്കെ അബദ്ധങ്ങളാണ് ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നോൺസെൻസ്. ചാർജ് എടുത്ത ശേഷം കളക്ടർക്ക് അയക്കുന്ന ആദ്യത്തെ റിപ്പോർട്ടാണ്. സോറി സാർ, ഞാൻ ഒന്നുകൂടി ടൈപ്പ് ചെയ്തുകൊണ്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ വേറെ ആരെങ്കിലും ടൈപ്പ് ചെയ്തോളാം. വരൂ. കറക്ഷൻ ഇല്ലാതെ ഒന്നുകൂടി ടൈപ്പ് ചെയ്തുകൊണ്ട് വരൂ. വേഗം വേണം. ശരി. ഇന്ന് അനിലിന്റെ മമ്മിയാ വരുന്ന ഡാഡിയാ? ഡാഡി. കുട്ടിക്ക് ദിവസം മുത്തച്ഛൻ മാത്രമേ വരാനുള്ളൂ? എനിക്ക് മമ്മിയുണ്ട്, ഡാഡിയുണ്ട്, മുത്തച്ഛനുണ്ട്, എല്ലാരും ഉണ്ട്. എനിക്ക് മുത്തച്ഛൻ കൊണ്ടുപോകാൻ വരുന്നതാ ഇഷ്ടം. നല്ല രസമുള്ള കടങ്കഥകൾ പറഞ്ഞു തരും. എനിക്ക് കടങ്കഥ വലിയ ഇഷ്ടമാ. എന്റെ മമ്മിക്കും ഡാഡിക്കും കടങ്കഥയെ അറിയില്ല. നന്ദിനി, വലുതാകുമ്പോ നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം. അപ്പൊ എനിക്കും നന്ദിനിയുടെ മുത്തച്ഛന്റെ കടങ്കഥ കേൾക്കാലോ? ഏയ്, ഞങ്ങൾ സ്വന്തക്കാരെ കല്യാണം കഴിക്കുള്ളൂ. അയ്യേ, സ്വന്തക്കാർ തമ്മിൽ കല്യാണം കഴിക്കോ? ആ, എന്റെ ഡാഡി എന്റെ മമ്മിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്റെ മുത്തച്ഛൻ മുത്തച്ഛിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്റെ അങ്കിള് പോലും ആന്റിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുക? മുത്തച്ഛാ, മുത്തച്ഛാ. മുത്തച്ഛന് വയ്യാ മോളെ. മുത്തച്ഛന് സുഖമില്ലേ? മുത്തച്ഛന് വയസ്സായില്ലേ? വയസ്സായ അസുഖം വരുമോ? എന്നും കുട്ടിയായിരുന്ന അസുഖമൊന്നും വരൂലല്ലോ എന്നെ പോലെ. നിന്റെ കാര്യം. വാ വാ വാ. നിന്റെ മുണ്ട എങ്ങനെ കീറിയത്? ഇതാണ്ടേ. എടോ ജനവേ, നീ വാടോ. ഞാനോ? ഇവിടെ വാടോ. എന്ത് പണിയാണോ കാണിച്ചത്? ബസ്സിൽ മാരകായുധങ്ങളോട്ടാണോ സഞ്ചരിക്കുന്നത്? സാറേ, ഞാൻ കണ്ടില്ല. കണ്ടില്ലേ? ഇവിടെ കീറി പറഞ്ഞിരിക്കുന്നുണ്ട്. അറിയാതെ പറ്റിപ്പോയതാ. അയ്യോ, എന്റെ കാലം. നിന്റെ തേങ്ങ പോടാ അങ്ങോട്ട്. അങ്ങോട്ട് പോടാ. പിന്നെ ഇങ്ങോട്ടാണോ ഉണ്ടാക്കുന്നത്? എന്താ ഇത്ര ചിരിക്കാൻ? നിങ്ങൾ കാണാത്ത അഡീഷണൽ ഒന്നുമില്ല ഇവിടെ. എന്താ ചെയ്യട? ആശവായിന്ന് മുണ്ട് കയറിയ അമ്മ തല്ലൂല വീട്ടിൽ ചെല്ലുമ്പോ.
അച്ഛ മരുന്ന് ഒരു മരുന്നേ കിട്ടിയുള്ളൂ അച്ഛ. ഗുളിയെ നാളെ തരാമെന്ന് വൈദ്യര് പറഞ്ഞു. എന്തിനാ മുത്തച്ഛൻ എപ്പോഴും മരുന്ന് കഴിക്കുന്നത്? മുത്തശ്ശന് അസുഖം മാറാൻ. മുത്തച്ഛൻ എന്താ അസുഖം? മുത്തശ്ശന് ആ മോള് പോയി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ചെല്ലു മോളെ. മോളെ, നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛ. പിന്നെ അച്ഛ, കൃഷ്ണനുണ്ണി കൃഷ്ണനുണ്ണി ഞങ്ങളുടെ ഓഫീസിൽ പുതിയ RDO ആയി ചാർജ് എടുത്തു. വടക്കേപ്പാടത്ത് അടിച്ചുകളിക്കാരി ശാരദയുടെ മകൻ കൃഷ്ണനുണ്ണി. ഇതാ മുത്തച്ഛ വെള്ളം. ശിവ ശിവ, എന്തൊക്കെയായി കേൾക്കുന്നത്. അടിച്ചുകളിക്കാരിയുടെ മകൻ IAS ഓഫീസറായി. കാലം പോയൊരു പോക്കേ. മുത്തച്ഛൻ ആരോടാ തനിച്ചിരുന്ന് സംസാരിക്കുന്നേ? IAS ഓഫീസർ എന്താ? അത് മോളെ, അതൊരു വലിയ പഠിപ്പാ. IAS പഠിച്ച ആരാകാം? കളക്ടർ ആവാം. അപ്പൊ മന്ത്രിയാവൂലേ? മന്ത്രിയാവാൻ വലിയ പഠിപ്പൊന്നും വേണ്ട. അപ്പൊ എനിക്കും മന്ത്രിയാവണം. അപ്പൊ മോക്ക് പഠിക്കണ്ടേ? പിന്നെ എനിക്ക് പഠിക്കണം, മന്ത്രിയാവണം. അയ്യോ. അപ്പൊ വിട്ടെടുത്ത് ശരി. എന്നാടി ഉറക്കമായിരുന്നല്ലേ? ഇന്നും കുഴുക്കാണോ? മീനില്ലേ? മീനില്ലേ? എനിക്ക് വേണ്ട. കുറച്ചെങ്കിലും കഴിക്കുന്നേ. അവളവിടെ കിടന്നോട്ടെ. മോൾ ഉണർന്ന കരയും. ആ സാരമില്ല, നീ ഇങ്ങ് വാ. അവള് കൂടെ കിടന്ന ശല്യമാന്നേ. വാന്നേ. മോളെ, 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 മോളെ. എന്താ മമ്മി എന്നെ ഇവിടെ കിടത്തിയ? ഞാൻ പേടിച്ച് നിലവിളിച്ചു മമ്മി. എന്നെ മമ്മിയുടെ കൂടെ കിടത്തല്ലോ മമ്മി. മോളെ, എന്തായി സാറേ എന്റെ ആ പേപ്പറ്? പേപ്പറോ? മനോരമയോ മാതൃഭൂമിയോ? അല്ല, ആ ഫയല്. ഫയൽസോ? ഏത് ഫയൽസ്? ഇവിടെ അങ്ങനെ ഫയൽസ് ഒന്നുമില്ല. സാർ അങ്ങനെ പറയരുത്. ലക്ഷക്കണക്കിന് ഫയൽസ് ആ ഇവിടെ ഉള്ളതേ. അമ്മാവന്റെ വളരെ അണ്ടറിൽ കിടക്കുക. തപ്പിയെടുക്കാൻ വലിയ പാടാ. അമ്മാവോട് നിൽക്കേ. ഫയൽസ് ഇവിടെ അങ്ങനെ ഉണ്ടോ എന്ന് ഞാനൊന്ന് തപ്പി നോക്കട്ടെ. കേട്ടാ? ആ. ഇതാണ് അമ്മാവന്റെ ഫയൽസ്. അതെ, സാർ ഒന്ന് വേഗം പാസ്സാക്കി തരണം. താഴോട്ടിറങ്ങിക്കാം. ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷേ അതിനു മുമ്പ് ഇവിടെ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അമ്മാവൻ ഇതിനു മുമ്പ് സർക്കാർ ഓഫീസിലൊന്നും പോയിട്ടില്ലേ? ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നടപടിക്രമൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഏത്? അത് ഞാൻ വേണ്ട പോലൊക്കെ ചെയ്യാം. നോക്കിക്കോ, അമ്മാവന്റെ ഫയൽസ് നേരെ മുകളിലോട്ട് വരുന്നത് നോക്കിക്കോ. എന്തോന്നത്? 2 കുലുവേ. എന്നാ കൈ തന്നെ വെച്ചോ. പോയി വായുഗുളിയെ വാങ്ങിച്ചു കഴിച്ചോ കേട്ടോ. 2 രൂപ തന്നില്ലേ സാറേ? ആ തന്നു.
രാവിലെ അണിഞ്ഞ് പോരും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നോക്കിക്കോ, വയല് മുകളിലോട്ട് തന്നെ വരും. അയ്യോ സാറേ, അങ്ങനെ പറയരുത്. 5 കുലുവേ 5 മണീസാണ് ഈ 2 ആഴ്ച കഴിയും. എന്റെ പൊന്നു സാറേ, ഇപ്പൊ തന്നെ 5-6 മാസമായി. മാസം കൊല്ലൊന്നും പറയണ്ട. അമ്മാവനൊരു കാര്യം ഓ, ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞ് വാ. ശരിയാക്കി തരണേ സാറേ. അപ്പോഴേ ഇതേ പോയി കേട്ടോ. നോക്കിയേ, ആ ആ ആ. മനസ്സിലായില്ലേ? ആ. ഒരാഴ്ചക്ക് മുമ്പ് ചത്തുവോ വണ്ടാരടങ്ങാൻ, മനുഷ്യനെ കൂട്ടി കയറ്റും. ഹായ്. ഓ, എന്താ ഈ അമ്മാവൻ വീണില്ലേ? ഇന്ന് ഞാൻ ആരെയാണാവോ കണി കണ്ടത്? പെമ്പറന്നവരെ ആയിരിക്കും. പെമ്പറന്നവരെ തന്നെയാ, പക്ഷെ നിങ്ങളുടെയാണെന്ന് മാത്രം. കൈകളല്ല, ആവശ്യമില്ലാത്തടത്ത് കൈ കടത്തരുത്. വിവാഹം കഴിഞ്ഞു അല്ലേ? ജെൻസിനുള്ള റെഡിമെയ്ഡ് ഷർട്ട് വേണം, 40 സൈസ്. ഈ കളർ പറ്റില്ല, ഡാർക്ക് കളർ ഏതെങ്കിലും തരൂ. കുട്ടികൾ? കുട്ടികൾക്കുള്ള 2 സെറ്റ് ഡ്രസ് വേണം. മേഡം, കുട്ടികൾക്കുള്ളത് അപ്പുറത്താണ്. ഓ, മോനോ മോളോ? മോളെ. മോളുടെ പേരെന്താ? നന്ദിനിക്കുട്ടി. ഈ അങ്കിൾ ഏതാ മമ്മി? മമ്മിയുടെ ഓഫീസിലെ സാറാ. ഈ അങ്കിളെ കുറിച്ചാണോ മുത്തച്ഛൻ പറഞ്ഞേ? അങ്കിൾ IAS ആണോ? അപ്പൊ അങ്കിളിന് മന്ത്രിയാവാൻ പറ്റില്ലല്ലേ? ലേഡീസ് ഐറ്റംസ് ഒന്നും വേണ്ടേ സാർ? പുതിയ നൈറ്റീസ് വന്നിട്ടുണ്ട്. വേണ്ട, വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ. അവര് നൈറ്റീസ് ഒന്നും ഉപയോഗിക്കാറില്ല. അങ്കിൾ. നമ്മുടെ ഒരു പയ്യനാ പുതിയ RDO. മിസ്റ്റർ ബാലേന്ദ്രൻ അറിയോ? ഐ നോ ഹിം, എ സ്മാർട്ട് ബോയ്. അല്ല, മേനോൻ സാറിന്റെ റിലേറ്റീവ് ആണോ? റിലേഷൻ ഒന്നുമല്ല. കൃഷ്ണുണ്ണി എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പയ്യനാണ്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഉണ്ണിയെ പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വീട്ടിൽ പോയിരുന്നു, അപ്പൊ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ണി ഇരിക്കും, ഈ ഗെയിം ഒന്ന് കഴിഞ്ഞോട്ടെ. പിന്നെ പുതിയ ഓഫീസും സ്റ്റാഫും ഒക്കെ എങ്ങനെയുണ്ട്? ചാർജ് എടുത്തല്ലേ ഉള്ളൂ സാർ. അവിടുത്തെ ഒരു സൂപ്രണ്ട് ഇല്ലേ, ദേവസ്യ, അയാൾ ആളിത്തിരി പെശകാണെന്നാ കേട്ടിട്ടുള്ളൂ. എല്ലാവരുമായി പൊരുത്തപ്പെട്ടു പോകാൻ കൃഷ്ണുണ്ണി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പണ്ടൊക്കെ IAS എന്ന് പറഞ്ഞാൽ ഒരു അന്തസ്സും വിലയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പോയി. IASന് ഒരിടത്തേ വിലയുള്ളൂ, വിവാഹ കമ്പോളത്തിൽ. മേനോൻ സാറിന് അറിയോ, ഞങ്ങളുടെ സർക്കിളിൽ IASന് ഒരു കോഡ് വാക്കുണ്ട്. ആയ മനാസ്, ഞാൻ ഒരു കഴുത. അത് കൊള്ളാം. നമുക്ക് നിർത്താം സാർ, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. വരട്ടെ. സാർ, ഓക്കെ. വാ ഉണ്ണി. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഒരു നല്ല RDO കിട്ടി. ഐ എം വെരി ഹാപ്പി. ഐ എം പ്രൗഡ് ഓഫ് യു. എല്ലാം സാറിന്റെ അനുഗ്രഹം കൊണ്ടാണ്. സാറിനൊരു കത്തുണ്ട്. ആരുടെയാ? കണ്ണൂർ കളക്ടർ ജോസഫ് മാത്യു തന്നയച്ച. ഓ യെസ്, ഐ റിമെമ്പർ. ഹി ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഉണ്ണി ഒന്നും മറന്നിട്ടില്ലല്ലേ? സർ, മല്ലിയെ കാണുന്നില്ലല്ലോ. അവളുടെ ഒരു ഫ്രണ്ടിന്റെ മാരേജിന് പോയിരിക്കുക. ഉണ്ണി, അവളിപ്പോ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. ജോലി? ഒരു ടൈം പാസിന് വേണ്ടി. ഇവിടെ അടുത്തുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടീച്ചറാ. ഇവിടെ വെറുതെ ഇരുന്നാൽ ബോറടിക്കില്ലേ? സാർ, മല്ലിയക്ക് മാരേജ് പ്രപ്പോസൽ ഒന്നും ഞാൻ നിർബന്ധിച്ചത് കൊണ്ടായില്ലല്ലോ. അവളല്ലേ സമ്മതിക്കേണ്ടത്. ഞാൻ ആവുന്നു പറഞ്ഞു നോക്കി.
അവൾ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാ. ആ, സമയം വരുമ്പോ നടക്കും. അല്ല സാർ, അങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ഉണ്ണിക്ക് എന്നെ നന്നായിട്ട് അറിയാമല്ലോ. ഞാൻ ഒരാളെയും ഒരു കാര്യത്തിനും ഒരു പരിധി കഴിഞ്ഞ് നിർബന്ധിക്കാറില്ല. അവള് കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ആ, വാട്ട് അബൌട്ട് യു? നേരെ ഒരുപാടായി സാർ, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ഉണ്ണി സമയം കിട്ടുമ്പോഴൊക്കെ വരണം. വരാം സാർ. ആ, മല്ലിക വന്നല്ലോ. ആര്? ഉണ്ണിയോ? എപ്പോ വന്നു? കണ്ടിട്ട് എത്ര കാലമായി? ഉണ്ണി RDO ആയിട്ട് ചാർജ് എടുത്തെന്നറിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എന്നാ ഞാൻ വരട്ടെ. പോവുകയാണോ? ഊണ് കഴിച്ചിട്ട് പോവാം. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഉണ്ണിക്ക് എന്നും തിരക്കാണ്. അതിനെന്താ, എനിക്ക് ഇവിടുന്ന് എപ്പോ വേണേലും ഊണ് കഴിക്കാലോ. വരട്ടെ. What about you? What about you? മാക്സിമം സിമ്പതി പിടിച്ചു വരണം. അവിടുന്ന് പ്രേമം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സിമ്പതി കിട്ടാൻ എന്താ ചെയ്യാ? കാലി ചേർണം. കായലിലൊന്നും ചാടണ്ട. ഒരു സ്കൂട്ടർ സംഘടിപ്പിക്കണം. എന്നിട്ട് പ്ലാച്ചെന്ന് അവളെ മുമ്പ് ചെന്നങ്ങ് വീഴണം. അയാളെ കൈയും കാലം മുറിയല്ലേ? ആ, പ്രേമിക്കെങ്കിൽ അല്പം സ്വല്പം പെയിന്റ് ഒക്കെ പോയെന്നിരിക്കും. അപ്പൊ അവൾ ഓടി അടുത്ത് വരും. ചേട്ടാ, പിന്നെ അവിടുന്ന് അങ്ങനെ ഡെവലപ്പ് ചെയ്തു. ഇത് വല്ല നടക്കോ? നീ ചരിത്രം ഒന്നും വായിച്ചിട്ടില്ലേ? ആവാ, എവിടെ കാണുന്നില്ലല്ലോ. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. മണി 4 എവിടെ പോയി? ഇന്ന് കോളേജില്ലേ? നീ ഒന്ന് വെറുതെ ഇരിക്ക്. ഈ കാര്യത്തിന് കുറെ ക്ഷമ വേണോ, എന്നാലേ നടക്കൂ. ദൈവത്തിന്. ആ, അങ്ങോട്ട് നോക്കി. അല്ല, സംഗതി നടക്കുമല്ലോ. ഇനി മാക്സിമം സിമ്പതി പിടിച്ചു വരും. ആ, കേറ്. കാപ്പിയോ? വലിയ രക്ഷ. പിടിച്ചിരുന്നോണേ. ഇപ്പൊ വിട്ടോ. ഇതാ നിനക്ക് വെടിയൊന്നും. അവര് വന്നോടാ? വരുന്നുണ്ട്, ഇപ്പൊ വരൂടാ. അയ്യോ, രാധേ, എന്റെ കൈ വേദനിക്കുന്നു രാധേ. ആ, ഓ, അയ്യോ. എന്ത് പറ്റി കുഞ്ഞെ? ഒന്ന് പോണോ? തന്നെ ഇപ്പൊ ആരാഞ്ഞോട്ട് വിളിച്ചത്? സഹായിക്കാൻ വന്നിരിക്കുന്നു. പോയോ? ഇതാണോ സിമ്പതി അബദ്ധം പറ്റി പോയതാ. അയ്യോ ഉണ്ണി, ഇതിന്റെ വാടകയും പെട്രോളിന്റെ പൈസ കയ്യിൽ നിന്ന് കൊടുത്തേച്ചാ മതി. ഉണ്ണി ഒറ്റ അലക്കാൻ വയ്യെന്നാണല്ലോ. എടുത്തിട്ട് പോടാ. ഒരു ചരിത്രത്തിലും വായിക്കാത്ത ചതിയായി പോയി.